കഴിഞ്ഞ ദിവസം നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിനെ 3-2 തോൽപ്പിച്ച് ബാഴ്സലോണ കിരീടം ചൂടുകയും അതിനോടകം തന്നെ 24 മണിക്കൂറിനകം റയൽ മാഡ്രിഡ് കോച്ചായിരുന്ന സാബി അലോൺസോയുടെ ജോലി തെറിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ എങ്ങനെയായിരുന്നു ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത്, എന്തായിരുന്നു അതിൻ്റെ ടാക്ടിക്കൽ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ കോച്ചായ സാബി അലോൺസോയുടെ ജോലി തെറിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹലോ എവരിവൺ, ഐ ആം അശ്വത് ദേവൻ. ലെറ്റ്സ് അനലൈസ് സം ഫുട്ബോൾ. വെൽക്കം ടു ദേവൻ ലൈസ്. സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ അവരുടെ സ്വതസിദ്ധമായ രീതിയിലുള്ള ഒരു 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ഫോർമേഷനിലാണ് ബാഴ്സലോണ അണിനിരുന്നത്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഇപ്പുറത്ത് 4-4-2 എന്നുള്ളതാണ് പേപ്പറിലെങ്കിലും അവരുടെ അറ്റാക്കിംഗ് ഫോർമേഷൻ 4-4-2 ആണെങ്കിലും അവരുടെ ഡിഫൻസീവ് ഫോർമേഷൻ കളിയിൽ ചില മാറ്റങ്ങളോട് കൂടിയാണ് അവർ കളിച്ചത്. അപ്പോൾ ബാഴ്സലോണ 4-3-3 ഫോർമേഷനിൽ കളിക്കുകയും റയൽ മാഡ്രിഡ് 4-4-2 സ്റ്റാർട്ട് ചെയ്ത് അത് ഡിഫൻസീവ്ലി 4-4-2 മുതൽ 5-3-2 വരെ ആവുന്ന സിറ്റുവേഷനാണ് നമ്മൾ കളിയിൽ ഉടനീളം കണ്ടത്. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ഇൻ പൊസിഷൻ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനിൽ നിന്ന് മാറി ഏതാണ്ട് 3-3-4 അല്ലെങ്കിൽ 3-4-3 ഫോർമേഷനിലേക്ക്, അതായത് ലെഫ്റ്റ് വിങ് ബാക്ക് ആയിരുന്ന ബാൽഡയെ വല്ലാണ്ട് ഹൈ ലൈനിലേക്ക് ബാഴ്സലോണ എത്തിച്ച് അങ്ങനെ ഒരു 3-4-3 അല്ലെങ്കിൽ 3-3-4 എന്നുള്ള ഒരു ഇൻ പൊസിഷൻ ഫോർമേഷനിലേക്ക് ബാഴ്സലോണ കളിയിൽ മാറിയിരുന്നു. റയൽ മാഡ്രിഡ് കളിയിൽ ഉടനീളം ടാക്ടിക്കലി നേരിട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ 4-4-2 ഫോർമേഷനിൽ 4 മിഡ്ഫീൽഡിൽ വൈഡ് മിഡ്ഫീൽഡായി കളിച്ചിരുന്നത് ഒന്ന് റോഡ്രിയാണ്, ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ആണെന്നുണ്ടെങ്കിൽ വെൽവെർഡെ ആണ് കളിച്ചിരുന്നത്. ഈ രണ്ട് പൊസിഷനിലും ഈ രണ്ട് പ്ലേയേഴ്സിനെയും ഫലപ്രദമായി യൂസ് ചെയ്യാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ കണ്ട സിറ്റുവേഷൻ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ടാക്ടിക്കലി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ അവരുടെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന വെൽവെർഡെ, അതായത് 4-4-2 റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായി ഓൺ പേപ്പർ കളിച്ചിരുന്ന വെൽവെർഡെ, പക്ഷേ ഇൻ പൊസിഷൻ, അതായത് ഔട്ട് ഓഫ് പൊസിഷൻ, ബാഴ്സലോണയുടെ കയ്യിൽ എപ്പോൾ പന്ത് ഉണ്ടാവുന്നോ അപ്പോഴൊക്കെ ഔട്ട് ഓഫ് പൊസിഷനിലേക്ക് വരുമ്പോൾ ബാഴ്സലോണ റയലിന്റെ ഹാഫിലേക്ക് വരുന്ന എല്ലാ സിറ്റുവേഷനിലും വളരെ ഡീപ്പായിട്ട്, അതായത് ഒരു വിങ് ബാക്ക് എന്നുള്ള രീതിയിൽ ഒരു 5-3-2 ഫോർമേഷനിലെ ആ 5 എന്ന് പറയുന്ന ലാസ്റ്റ് ഡിഫൻസീവ് ലൈനിന്റെ ഒരു റൈറ്റ് വിങ് ബാക്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വെൽവെർഡെ ഇറങ്ങി പോകുന്നത് നമ്മൾ സ്ഥിരം കാണേണ്ട ഒരു കാഴ്ചയാണ്, ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽഡേക്ക് ഈസി ആയിട്ട് ഫോർവേഡ് ലൈൻ വരെ എത്താനും ആ ഒരു റൈറ്റ് സൈഡ് വഴി ബാഴ്സലോണയുടെ അറ്റാക്ക് അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ബാഴ്സലോണ ബിൽഡ് ചെയ്ത് വരുമ്പോൾ അവരുടെ റൈറ്റ് വിങ്ങിൽ, അതായത് റൈറ്റ് വിങ് ബാക്ക് ആയിരുന്ന ജൂൾസ് കുണ്ടയുടെയോ അല്ലെങ്കിൽ കുബാർസിയുടെ കയ്യിലൊക്കെ ബോൾ ഉണ്ടാവുമ്പോൾ അവിടുന്ന് സ്വിച്ച് ചെയ്യാൻ അവരുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, അവരുടെ ബാൽഡെ നിൽക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ റയൽ മാഡ്രിഡ് പ്രസ് ചെയ്ത് അത് സ്വിച്ച് ചെയ്യിക്കാതിരിക്കേണ്ട ഒരു കാര്യം കൂടി അവിടെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതും റയൽ മാഡ്രിഡ് ഫെയിൽ ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവർ ഈസിയായി ഗോൾ കീപ്പർ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫൻഡർ വഴിയോ അവരുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കളി സ്വിച്ച് ചെയ്യുകയും അതുവഴി തന്നെ ബിൽഡ് ചെയ്ത് ഈസി ആയിട്ട് റയൽ മാഡ്രിഡിന്റെ പെനാൽറ്റി ബോക്സിന്റെ മുമ്പ് വരെ എത്തുന്ന ഒരുപാട് സിറ്റുവേഷൻ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലും കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പലപ്പോഴും റയൽ മാഡ്രിഡിന്റെ കോച്ചായിരുന്ന സാബി അലോൺസോ ആ ഒരു പൊസിഷനിലേക്ക് പന്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് വെൽവെർഡെയും ബാൽഡെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ബോൾ ബാൽഡേന്റെ കയ്യിൽ കിട്ടുമ്പോൾ വെൽവെർഡെയും ബാൽഡെയും തമ്മിലുള്ള പ്രസ്സിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാകുകയും സാബി അലോൺസോ റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സിനെ കൂടുതൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ സൈഡ് ലൈനിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയിൽ പ്രത്യേകം കാണാവുന്നതാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വെൽവെർഡെ സെലക്ട് ചെയ്ത് വെൽവെർഡെയുടെ ടാക്ടിക്കൽ പൊസിഷനിങ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ലെഫ്റ്റ് സൈഡിൽ മിഡ്ഫീൽഡിലേക്ക് ഇറക്കി കളിപ്പിച്ച റോഡ്രിഗോയുടെ സ്ഥിതിയും. കാരണം റോഡ്രിഗോ പലപ്പോഴും ഒരു കാഴ്ചക്കാരനാകുന്ന ഒരു അവസ്ഥയാണ് ഡിഫൻസീവ് സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ബാഴ്സലോണയുടെ കയ്യിലായിരുന്നു കൂടുതൽ നേരവും പന്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡിഫൻസീവ്ലി റോഡ്രിഗോ ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഭൂരിഭാഗം സമയങ്ങളിലും റയൽ മാഡ്രിഡ് ഡിഫൻസിൽ കാണാൻ സാധിച്ചത്. റയൽ മാഡ്രിഡിന്റെ രണ്ട് സ്ട്രൈക്കേഴ്സും ലെഫ്റ്റ് സൈഡിൽ തന്നെ കൂടുതലും കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ റോഡ്രിഗോ സ്ട്രൈക്കർ പൊസിഷനിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ റോഡ്രിഗോയുടെ നാച്ചുറൽ പൊസിഷൻ അല്ല അത്.
പക്ഷേ ആ പൊസിഷനിൽ റോഡ്രിഗോനെ ഇടാനുള്ള റോഡ്രിഗോയുടെ മെയിൻ ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലമീൻ യമാലിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ഒരു 2v1 ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളതും അതുവഴി ലമീൻ യമാലിനെ തളച്ചിടുക എന്നുള്ളതുമായിരുന്നു ടാക്ടിക്കലി റയൽ മാഡ്രിഡ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് സെലക്ട് ചെയ്ത പ്ലെയറിന്റെ ഡിഫെൻസീവ് ക്വാളിറ്റിയാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. അതായത് റോഡ്രിഗോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഡിഫെൻസീവ്ലി എത്രത്തോളം എഫേർട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഓക്കെ പറയാം, പക്ഷേ അപ്പോഴും ഡിഫെൻസീവ് ടെക്നിക്കൽ ക്വാളിറ്റിയുടെയും പൊസിഷനിങ്ങിന്റെയും ടാക്ലിംഗ് ടൈമിങ്ങിന്റെയും ഒക്കെ ഒരു കാര്യത്തിൽ ഡിഫെൻസീവ്ലി അത്ര സോൾഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല റോഡ്രിഗോ. അപ്പോൾ റോഡ്രിഗോയിനെ ആ ഒരു പൊസിഷനിലേക്ക് അങ്ങനെ ഒരു റോളിൽ ഇടുമ്പോൾ അത് എഫക്റ്റീവായിട്ട് നടത്താൻ റയൽ മാഡ്രിഡിന് സാധിച്ചില്ല എന്നുള്ളത് പല തവണ നമ്മൾ ആ കളിയിൽ ഉടനീളം കണ്ടതാണ്. അത് ലമീൻ യമാലിന്റെ കയ്യിൽ എപ്പോൾ പന്ത് കിട്ടുന്നു അവിടെയൊക്കെ 2v1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ആ ഒരു 2v1 സിറ്റുവേഷൻ കൊണ്ട് അത്രയും ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ നോക്കിയിട്ടും അതിനെയെല്ലാം ബീറ്റ് ചെയ്ത് ലമീൻ യമാൽ ഡ്രിബിൾ ചെയ്ത് കയറുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ആ ഒരു കളിയിൽ ഉടനീളം, അതായത് ലമീൻ യമാലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വരെ നമ്മൾ കണ്ടത് ആ ഒരു കാഴ്ചയാണ്. അറ്റാക്കിങ്ങിൽ 1-2 സിറ്റുവേഷൻ പ്രത്യേകിച്ച് ബ്രസീലിയൻ ടീംമേറ്റ് ആയുള്ള വിനീഷ്യസ് ജൂനിയറുമായിട്ടൊക്കെ ചേർന്ന് അറ്റാക്കിങ്ങിൽ 1-2 സോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിലും റോഡ്രിഗോയുടെ ആ ഒരു പൊസിഷനിങ്ങും റോഡ്രിഗോയുടെ ക്വാളിറ്റിയും ആ ഡിഫെൻസീവ് സിറ്റുവേഷനുകളിൽ ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഫസ്റ്റ് ഗോൾ, റഫീഞ്ഞ അടിച്ച ഫസ്റ്റ് ഗോളിലേക്കുള്ള വഴിത്തിരിവ് എന്ന് പറയുന്നത് തന്നെ ഈ റോഡ്രിഗോ മിഡ്ഫീൽഡിൽ മിസ് ചെയ്ത ഒരു ബോളാണ്. ഒരു മിസ് ചെയ്ത പാസിന്ന് ഇന്റർസെപ്റ്റ് ചെയ്ത് അവിടെ നിന്നാണ് ബാഴ്സലോണയുടെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. റയൽ മാഡ്രിഡിന് പറയത്തക്ക ഒരു ബിൽഡപ്പ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് പാറ്റേൺസോ ഈ ഒരു കളിയിൽ ഒട്ടും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ആകെ ഉണ്ടായ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രമാണ്. വിനീഷ്യസിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് തന്നെ മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ ഒരു 3ഓളം ചാൻസ് റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയതും അതിൽ നിന്ന് വിനി സ്വന്തമായിട്ട് ഡ്രിബിൾ ചെയ്ത് കയറി ഫിനിഷ് ചെയ്ത ഫസ്റ്റ് ഗോൾ, റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് ഗോൾ വന്നതും ഈ ഒരു ഒറ്റ കാര്യത്തിലാണ്. അതായത് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഇല്ലായിരുന്നു എങ്കിൽ റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ കൺസീഡ് ചെയ്ത രണ്ടാമത്തെ ഗോൾ, അതായത് ബാഴ്സ അടിച്ച രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സെന്റർ ബാക്കിന്റെ അഭാവം റയൽ മാഡ്രിഡ് ഡിഫൻസിൽ കൃത്യമായിട്ട് കാണാവുന്നത്. അതായത് റൈറ്റ് സെന്റർ ബാക്കായി കളിച്ചത് ചുവാമേനിയാണ്. ചുവാമേനി നാച്ചുറലി ഒരു മിഡ്ഫീൽഡറാണ്. അതുപോലെ തന്നെ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ് അസൻഷ്യോ കളിച്ചത്. പക്ഷേ അസൻഷ്യോ നാച്ചുറലി ഒരു സെന്റർ ബാക്കുമാണ്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കളിപ്പിച്ചതും ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വെൽവെർഡെ റൈറ്റ് ബാക്കിൽ ഇട്ടിട്ട് അസൻഷ്യോനെ സെന്റർ ബാക്കിൽ തന്നെ ഇടുക എന്നുള്ളതായിരുന്നു മറ്റൊരു ഓപ്ഷൻ. പക്ഷെ അതും അവിടെ നടന്നില്ല. ഇപ്പൊ ചോമേനി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഗോള് കൺസീഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് ചോമേനിയുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഒരു ലെവൻഡോസ്കി, ആകെ ഒരു സ്ട്രൈക്കർ മാത്രമേ അവിടെ ത്രെട്ട് ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും ലെവൻഡോസ്കിയെ മാർക്ക് ചെയ്യുകയോ അല്ല ലെവൻഡോസ്കിയുടെ ഉള്ളിലേക്കുള്ള ഓട്ടം ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന ത്രൂ ബോൾ ബ്ലോക്ക് ചെയ്യുകയോ ഇന്റർസെപ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു രീതിയിലായിരുന്നില്ല ചോമേനിയുടെ ബോഡി പൊസിഷൻ. അത് കംപ്ലീറ്റ്ലി ഔട്ട് സൈഡിലായിട്ട് തിരിഞ്ഞത്. ആ പാസ് വന്ന ഒരൊറ്റ പാസിലൂടെ തന്നെ ആ ഒരു ഡിഫൻസ് ലൈൻ ബീറ്റ് ആവുകയും ലെവൻഡോസ്കിയുടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇൻസ്റ്റിക്റ്റിലൂടെയുള്ള ഒരു ടെക്നിക്കൽ ഫിനിഷിലൂടെ ബാഴ്സലോണയുടെ രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ് ചെയ്തത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കളിയിൽ ഉടനീളം റയൽ മാഡ്രിഡിന് ആകെ ഉണ്ടായിരുന്ന രണ്ടാമതായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് അവരുടെ സെറ്റ് പീസ് മാത്രമാണ്. ആ ഒരു സെറ്റ് പീസിലൂടെ തന്നെ അവരുടെ ഒരു കോർണർ കിക്കിലൂടെ തന്നെയാണ് റയൽ മാഡ്രിഡ് അവരുടെ രണ്ടാമത്തെ ഗോൾ അടിച്ചത്. ആ ഒരു ഗോൾ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിന് എപ്പോൾ കോർണർ കിട്ടുന്നോ ഡീൻ ഹ്യൂസനെ മാത്രമാണ് റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്യാൻ നോക്കിയത്. ആ ഒരു ഗോൾ എങ്ങനെയെങ്കിലും ഹ്യൂസനിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സെറ്റ് പീസിന്റെ റൂട്ടീൻ. പക്ഷെ ഹോയ്സനെ പ്രോപ്പറായിട്ട് അവിടെ മാൻ മാർക്ക് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ ബാഴ്സലോണയുടെ ഡിഫൻസിന് കഴിഞ്ഞില്ല എന്നുള്ളത് പല തവണ ആ ഒരു കളിയിൽ കണ്ടതാണ്. എപ്പോഴൊക്കെ റയൽ മാഡ്രിഡിന് ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റി, അത് ഫ്രീ കിക്ക് ആയിക്കോട്ടെ കോർണർ ആയിക്കോട്ടെ കിട്ടുന്നു, ഹ്യൂസൻ വളരെ ഈസി ആയി തന്നെ ഫ്രീ ആവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ മാർക്ക് ചെയ്ത കുബാർസിക്ക് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാനോ പ്രോപ്പറായിട്ട് ചലഞ്ച് ചെയ്യാനോ കഴിയാതെ വരികയും പല തവണ 1-2 തവണ ഹെഡർ വിൻ ചെയ്യുകയും മറ്റൊരു തവണ ബാഴ്സലോണയുടെ ഗോൾ കീപ്പറാണ് ആ ബോളുകളെല്ലാം കളക്ട് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. അതുപോലെ ബാഴ്സലോണയുടെ മൂന്നാമത്തെ ഗോൾ നോക്കുകയാണെങ്കിലും റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഡിവിജ്വലി അല്ലെങ്കിൽ കളക്റ്റീവ്ലി പ്രസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ലേസിനെസ് എന്ന് വേണമെങ്കിൽ അവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ അസൻഷ്യോ ആ ഒരു പന്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി ഷേപ്പിൽ ആ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രസ്സിങ് ഡിസ്റ്റൻസിൽ വന്ന് ആ ബോളിനെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യാനോ
ശ്രമിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ച. അതുപോലെ തന്നെ ആ ഒരു പ്രസിംഗ് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഷോട്ട് പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയാതെയും ഒരു ഹാഫ് ബ്ലോക്കിലൂടെ അവിടെ ഒരു ഡിഫ്ലക്ഷൻ വരികയും ആ ഒരു ഡിഫ്ലക്ഷനിലൂടെ ബാസ ഗോൾ അടിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ടാക്ടിക്കലി സബ്സ്റ്റിറ്റ്യൂഷനിലും സാബി അലോൺസോ വളരെ ഒരു ഡിലേ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഡിഫെൻസീവ്ലി പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ളതും ഓപ്പൺ ഗോളുകൾ പലതവണ ബാഴ്സലോണ ചാൻസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ റൈറ്റ് സൈഡ് വളരെ വീക്ക് ആവുന്നതും ഒക്കെ കണ്ടിട്ടും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഒരു റൈറ്റ് സൈഡ് ഒന്ന് പ്രോപ്പറായിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നില്ല. വെൽവെർഡെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ വെൽവെർഡെ ചോദിച്ചതിന് ശേഷം വളരെ ഒരു 60 മിനിറ്റ് 65 മിനിറ്റ് ഒക്കെ ആയിട്ടാണ് വെൽവെർഡേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വളരെ ലേറ്റ് ആയി പോയി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എംബാംബെയുടെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ എംബാംബെ പോലത്തെ ഒരു പ്ലെയറിനെ റയൽ മാഡ്രിഡിന്റെ ബെഞ്ചിൽ ഉണ്ടാവുമ്പോൾ അദ്ദേഹം ഫിറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് ബെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബെഞ്ചിലുള്ള ഒരു പ്ലെയറിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഗോള് കൺസീഡ് ചെയ്ത് 3-2 തോറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ 75-ാമത്തെ മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് എംബാപ്പേനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതും വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അത് വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു 60 മിനിറ്റ് 65 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് 2-2 നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് എംബാംബെ വരികയായിരുന്നുവെങ്കിൽ, എംബാംബെ വന്നതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ്രി, അതായത് അതുവരെ സെൻട്രൽ മിഡിലായിരുന്നു റോഡ്രി കളിച്ചിരുന്നത്, റോഡ്രിയെ എടുത്ത് റൈറ്റ് വിങ്ങിലേക്ക് മാറ്റാനും പ്രോപ്പറായിട്ട് ഒരു ഫ്രണ്ട് 3 ഓഫ് അറ്റാക്ക്, അതായത് വിനീഷ്യസ് ജൂനിയർ, എംബാംബെ, റോഡ്രി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് 3 അറ്റാക്ക് അവിടെ വരുന്നതോടുകൂടി തന്നെ റൈറ്റ് സൈഡ് കുറച്ചുകൂടി ബാലൻസ്ഡ് ആവുകയും അതുപോലെ തന്നെ വെൽവെർഡേക്ക് മാത്രം ആർദ്ര ഗുള്ളറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി തന്നെ കുറച്ചുകൂടി ഒരു ഇൻപൊസിഷനും ബോൾ കൺട്രോളും കാര്യങ്ങളും കൂടുതൽ വരികയും ഒക്കെ ചെയ്തത് ഒരു സെക്കൻഡ് ഹാഫ്. പക്ഷെ അത് വളരെ ലേറ്റ് ആയി പോയി. ഒരു 75 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എംബാംബെ വന്നത്. വളരെ ലേറ്റ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. മാച്ച് സ്റ്റാറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 68% പൊസഷൻ ബാഴ്സലോണയുടെ കയ്യിലായിരുന്നു. അത് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഡിഫെൻസീവ്ലി ആ ഒരു ഇന്റൻസിറ്റി ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു പ്രസ്സിങ്ങിനുള്ള ഒരു പ്രസ്സിങ്ങിൽ കാണിച്ച ലേസിനെസ്സും റയൽ മാഡ്രിഡിന് വളരെയധികം ദോഷകരമായി തന്നെയാണ് ബാധിച്ചത്. ഇപ്പോൾ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ 86% ടാക്കിൾസ് വിൻ ചെയ്തപ്പോൾ റയൽ മാഡ്രിഡ് 27% വിൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ടോട്ടൽ ടാക്കിൾസിന്റെ കാര്യത്തിലും ഇന്റർസെപ്ഷന്റെ കാര്യത്തിലൊക്കെ ബാഴ്സലോണയുടെ ആ ഒരു ഡിഫെൻസീവ് എഫേർട്ടിനേക്കാൾ വളരെയധികം കൂടുതലായിട്ട് റയൽ മാഡ്രിഡ് ചെയ്തിട്ടില്ല. പക്ഷേ റയൽ മാഡ്രിഡിന്റെ പൊസിഷൻ വെക്കാനും സാധിച്ചിട്ടില്ല. റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് ത്രെട്ട് അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് എടുത്തിരിക്കുന്ന ഷോട്ട്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇൻസൈഡ് ദ ബോക്സും ഔട്ട്സൈഡ് ദ ബോക്സും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കൂടുതൽ ഷോട്ട്സ് എല്ലാം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അറ്റാക്കിംഗ് സിറ്റുവേഷൻസ് എല്ലാം വന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അറ്റാക്കിങ്ങിലും അതുപോലെ തന്നെ ഡിഫെൻസീവിലും ഒരു സീറോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതായത് റയൽ മാഡ്രിഡിന്റെ വലതുവശം എന്ന് പറയുന്നത് കാറ്റുപോയ ഒരു ടയർ പോലെയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കളിയുടെ ടാക്ടിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ഭാഗത്തുനിന്ന് വന്ന പിഴവുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ഷൻ ആണ്. പ്രോപ്പറായിട്ട് ആ ഒരു ഇൻ പൊസിഷൻ കളിക്കേണ്ട പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ നാച്ചുറൽ പൊസിഷനിൽ കളിക്കേണ്ട ഒരു പ്ലേയേഴ്സിനെ ആ പൊസിഷനിൽ ഇടാതിരിക്കുകയും അതുപോലെ തന്നെ ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് എടുക്കാൻ സാധിക്കാതെ വരുന്നതും ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡിഫെൻസീവ്ലി അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രഷറോ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കോമ്പാക്ട്നെസ്സോ ഒന്നും റയൽ മാഡ്രിഡിന്റെ ഡിഫെൻസിൽ കാണാനും സാധിച്ചില്ല. ഇനി സാബി അലോൺസോ റയൽ മാഡ്രിഡിന്റെ കോച്ചിങ് പൊസിഷനിൽ നിന്ന് മാറി എന്നുള്ള വാർത്തയും ഇതോടെ കൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഒരു ഒറ്റ കളി കൊണ്ടുകൂടിയാണ് എന്നുള്ള ഒരു കാര്യം അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഈവൻ ദോ കളിയിൽ റയൽ മാഡ്രിഡ് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും 2 ഗോൾ അടിച്ചു, 3-2 എന്ന് പറയുന്നത് അത്ര മോശമല്ലാത്തൊരു സ്കോർ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ക്വാഡിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ അലോൺസോ കുറച്ച് ഫെയിലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബും ആ ഒരു ക്ലബ്ബിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഒരു സിറ്റുവേഷനും അവരുടെ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ പലതവണ പല കോച്ചസിൻ്റെ കീഴിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കോച്ചായിരുന്ന ആൻസലോട്ടി എന്ന് പറയുന്നത് ആൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടി ഒരു ഫാദർ സൺ ബിഹേവിയർ എന്നുള്ള രീതിയിലോ അങ്ങനത്തെ ഒരു ബോണ്ടിങ്ങും ആ ഒരു റിലേഷനുമാണ് പ്ലേയേഴ്സുമായിട്ടെല്ലാം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അലോൺസോ കുറച്ചും കൂടി ഒരു മോഡേൺ മാനേജറാണ്. പുള്ളിയുടെ സിസ്റ്റം പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രിക്റ്റ് റെജീം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ക്ലബിൽ അത് അത്രത്തോളം എഫക്റ്റീവായിട്ട് നടത്താം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി യങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അലോൺസോ കുറച്ച് ഫെയിലായി എന്നുള്ളതാണ് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റുന്ന വാർത്തകൾ. പ്രത്യേകിച്ച് തന്നെ സ്ക്വാഡ്
മൊത്തം ഡ്രസ്സിംഗ് റൂം ഒരു സ്പ്ലിറ്റഡ് സിറ്റുവേഷനിലാണ്. കുറച്ച് പേര് അലോൺസോയുടെ കൂടെ ഉണ്ടെങ്കിലും പക്ഷേ ഭൂരിഭാഗം പ്രത്യേകിച്ച് സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം അലോൺസോക്കെതിരെ തിരിഞ്ഞിരുന്നു എന്നുള്ളൊരു വാർത്ത ഇതിന് മുന്നേ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് പിന്നെ ഈ ഫൈനലിൽ തോറ്റു എന്നുള്ളത് കൊണ്ടും കൂടിയായിരിക്കണം ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ടാക്ടിക്കലി എന്താണ് കളിയിൽ സംഭവിച്ചതെന്നും ആ ഒരു ടാക്ടിക്കൽ സിറ്റുവേഷനിലൂടെ എങ്ങനെയാണ് അലോൺസോ എന്ന് പറയുന്ന കോച്ച് റയൽ മാഡ്രിഡിൽ നിന്ന് പോയതും എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോയിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാക്ടിക്കൽ അനാലിസിസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.